ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായ ഷോർട്സാണ് നമ്മൾ തയ്ച്ചെടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് വീക്ക് എലാസ്റ്റിക്കിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഷോർട്സും ഹെയർ ക്ലിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. നല്ല സിമ്പിളായിട്ടാണ് തയ്ച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മെഷർമെൻറ്റ്സ് ഒരു 3 to 4 ഇയേഴ്സിന് പറ്റുന്ന മെഷർമെൻറ്റ്സാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഏജ് കാറ്റഗറിക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ സെയിം മെഷർമെൻറ്റ്സ് എടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ മാർക്കിങ് തുടങ്ങുകയാണ്. നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കട്ടിങ് കഴിഞ്ഞു, സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ കർവ് ഷേപ്പ് രണ്ടും തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴേക്കായിട്ട് നമ്മളുടെ ക്രോപ്പ് ടോപ്പിന് മാച്ചിങ് ആയിട്ടുള്ള അതേ തുണി തന്നെ താഴേക്കൊന്ന് വെച്ചിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എലാസ്റ്റിക് വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രിൽഡായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലേക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കുക ചെയ്യുന്ന. എലാസ്റ്റിക് വെക്കാനായിട്ട് ആ തുണി തന്നെ കുറച്ച് വീതിയിൽ മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുത്തിട്ട് ഒരു വട്ടം അടിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും സെക്കൻഡ് ടൈം താഴേക്ക് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. താഴെയാണ് നമ്മൾ എലാസ്റ്റിക് ഇടുന്നത്. അപ്പോൾ മുകളിൽ ഫ്രിൽഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഷോർട്സ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സമ്മർ സീസണിൽ കുട്ടികൾക്ക് മുകളിൽ ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര മടിയാവുക ചൂടൊക്കെ കാരണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷോർട്സ് നല്ല ഭംഗിയിൽ തയ്ച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അവർക്കും കംഫർട്ടബിളായിട്ടുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു സെറ്റായിട്ട് തയ്ച്ചതുകൊണ്ട് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പും കൂടി ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രോപ്പ് ടോപ്പിൻ്റെ നെറ്റിൻ്റെ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളതായ ഒരു ഹെയർ ക്ലിപ്പാണ്.
പ്ലീറ്റഡ് ആയിട്ടുള്ള ബോ ക്ലിപ്പാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബോവിനായിട്ട് നമ്മുടെ ബോട്ടം പീസാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ പ്ലീറ്റ്സിന് നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ പീസും എടുക്കുന്നുണ്ട്. തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പ്ലീറ്റ്സ് നമ്മുടെ ബോവിൻ്റെ രണ്ട് സൈഡിലേക്കും വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ട് ആ മെഷർമെൻറ്റ്സിനനുസരിച്ച് അടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബോ പോലെ തയ്ച്ചെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഒരു ക്ലിപ്പിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയുണ്ടാവും. പ്ലീറ്റഡ് ആയിട്ടുള്ള ബോ ക്ലിപ്പ് നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫൈനലി നമ്മുടെ ഷോർട്ട്സും അതിൻ്റെ ക്രോപ്പ് ടോപ്പും അതിന് മാച്ചിങ് ആയിട്ടുള്ളതായ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ബോ ക്ലിപ്പ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.